ചായ കഴിക്കാനൊന്നും വേണ്ടടാ. ആ രണ്ട് പരദൂഷണം ആയിക്കോട്ടെ, അല്ല ചൂടുള്ളത് വേണം കേട്ടോ. ഇപ്പോൾ കടലിലക്കരെ പോയിട്ട് എന്തു കൊണ്ടുവന്നു എന്ന് ചോദിച്ചത് വയലാർ രാമവർമ്മയാണ്. അത് വലിയൊരു പോയിന്റ് അല്ലടോ. നമുക്ക് ഇന്ന് ചോദിക്കേണ്ടി വരുന്നത് കടലിനക്കരെയും കടൽ കടക്കാതെയും 10-25 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും കേരളത്തിലേക്ക് എന്തു കൊണ്ടുവന്നു എന്ന ചോദ്യമാണ്. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. നിക്ഷേപം തേടി കഴിഞ്ഞ 10 വർഷത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ 25 വിദേശ യാത്രകളിൽ കേരളത്തിൽ നിക്ഷേപത്തിനായി ധാരണാപത്രം ഒപ്പുവെച്ചതായി വിവരമില്ലെന്ന് വ്യവസായ വകുപ്പ്. ഏത് കാര്യത്തിനും അതിന്റേതായ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. 2016 മുതൽ 25 വരെ മുഖ്യമന്ത്രി നടത്തിയ വിദേശയാത്രകൾ നോക്കിയാൽ അതിൽ UAE ഉണ്ട്, അമേരിക്ക ഉണ്ട്, ഇംഗ്ലണ്ട് ഉണ്ട്, ജപ്പാൻ ഉണ്ട്, ദക്ഷിണ കൊറിയ ഉണ്ട്, ഫിൻലാൻഡ് ഉണ്ട്. ഞാൻ ആരോ ഏട്ടാ. 9 വർഷത്തിൽ മുഖ്യമന്ത്രി സന്ദർശിച്ച പട്ടികയാണിത്. പല രാജ്യങ്ങളിലും കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് യാത്ര നടത്തിയത്. ഈശ്വര, എന്റെ സമാധാനം പോയോ? നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. ഇതിൽ അമേരിക്ക ഒഴികെ മറ്റുള്ള രാജ്യങ്ങളിലെ യാത്രയ്ക്ക് ചെലവിട്ടത് കോടിക്കണക്കിന് രൂപയാണ്. അമേരിക്കയിൽ പല ഘട്ടത്തിൽ മുഖ്യമന്ത്രി പോയത് സ്വകാര്യമായ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്കായിരുന്നു. ഒരിക്കൽ മുഖ്യമന്ത്രി ന്യൂയോർക്കിൽ പോയി കസേരയിട്ടിരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഇന്ത്യയിലേക്ക് എന്ത് വന്നു, കേരളത്തിലേക്ക് എന്ത് വന്നു എന്നത് ചോദ്യമായി നിൽക്കുന്നു. യൂറോപ്യൻ യാത്രയിൽ നോർവേയിൽ ഒരു കമ്പനി 180 കോടി നിക്ഷേപിക്കും എന്ന പ്രചാരണമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. എന്നാൽ 50 പൈസ പോലും കേരളത്തിൽ എത്തിയിട്ടില്ല. അത് എന്നെ കണ്ടപ്പോഴേ നിന്റെ ഒരു കള്ള ലക്ഷണം ഞാൻ ശ്രദ്ധിച്ചു. 22 ഇംഗ്ലണ്ട് സന്ദർശനവും ഏറെ ചർച്ചയായതാണ്. എന്നാൽ ഇംഗ്ലണ്ട് സന്ദർശന ശേഷം പറഞ്ഞത് ഹിന്ദുജ ഗ്രൂപ്പ് വലിയ നിക്ഷേപം നടത്തുമെന്നാണ്. അതും വാഗ്ദാനം മാത്രം, ഓൺലി പ്രോമിസ്. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാം. ജപ്പാൻ യാത്രയും വലിയ ചർച്ചയായിരുന്നു. ജപ്പാൻ കൊറിയ സന്ദർശന ശേഷം 300 കോടി രൂപയുടെ നിക്ഷേപമാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ വിവരാവകാശ പ്രകാരം കിട്ടിയ മറുപടിയിലും അതും വാഗ്ദാനം മാത്രം. ഉളുപ്പില്ലവൻ അത് പിന്നെ ഉപയോഗിക്കില്ല. ഉളുപ്പില്ലാത്തവനായാൽ പിന്നെ ആസനത്തിൽ ആല് കിളിർത്തതുപോലെയല്ലേ ഇത്തരക്കാർ. ജപ്പാനിലേക്ക് ഇനി സർക്കാർ ചെലവിൽ കൊണ്ടുപോയത് വൻ സംഘത്തെ കൂടെയായിരുന്നു. അപ്പോൾ ഇത്ര വലിയ സംഘത്തെ കൊണ്ടുപോകുന്നതിൽ പ്രഗത്ഭരുണ്ട്, ഈ നെഗോസിയേഷൻസിലൊക്കെ മിടുക്കരായ ഉദ്യോഗസ്ഥരുണ്ട്. എന്നിട്ടും ഒന്നും വന്നില്ല. കൊളംബിയ തകർന്നു വീണു എന്ന് കരുതി അമേരിക്ക റോക്കറ്റ് വിക്ഷേപണങ്ങൾ നിർത്തുന്നുണ്ടോ? എടാ മോനെ, ഇത് അമേരിക്കയല്ല, അമേരിക്ക മാവുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന പാവങ്ങളാ. പല വിദേശ യാത്രകളിലും നമ്മൾ കണക്കെടുത്തു കഴിഞ്ഞാൽ ഈ യാത്രാ ചെലവും താമസ ചെലവും ഭക്ഷണ ചെലവും ഒക്കെ നമ്മുടെയൊക്കെ തന്നെ നികുതി പണം ഉപയോഗിച്ചിട്ടാണ്. ഇത് അമ്പഴങ്ങ പോയാൽ ആന പോയെന്ന് പറയുന്നവരാ നമ്മുടെ നാട്ടുകാർ. മാത്രമല്ല, അവർക്ക് പോക്കറ്റ് മണിയായി ഒരു ദിവസം ഒരു $100 കൂടി നൽകാറുണ്ട്. അതായത് ഇന്നത്തെ വിനിമയ നിരക്ക് പ്രകാരം 8500 രൂപയോളം വരും ഈ തുക. ഇവന്മാരെയൊക്കെ ഉണ്ടല്ലോ, ഇവരെയൊക്കെ ഞാൻ ഈ കൈവെള്ളയിലിട്ട് അമ്മാനെ പാടും. ഈ പൈസയ്ക്ക് നമ്മുടെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ചായ കുടിച്ചതും ഐസ്ക്രീം കഴിച്ചതും നാട് ചുറ്റി കണ്ടതും മാത്രമാണ് മിച്ചം ഇതുവരെ കിട്ടും. ഇത് മലങ്ങൾ, ഭൂലോക മലങ്ങൾ. എല്ലാം ഒന്ന് കഴിഞ്ഞു തരും. എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ എന്ന് ആലോചിക്കുക, അത് നല്ലതാ.